ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ തോപ്പുംപടി കൊച്ചുകളിൽ അവിടെ നിന്ന് പോരുമ്പോഴേക്കും ഒരു അഞ്ജലി കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്താണ്. നിങ്ങൾക്ക് ദാഹിച്ചപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ദാഹവും വിശപ്പും ഒക്കെ കേട്ട് നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ വഴി പോകണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഞാൻ തയ്ക്കുന്ന വീട്ടിലെ ചേച്ചി അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ പട്ടിയുണ്ട നല്ലതാണ്. അവൻ്റെ അടുത്തുനിന്ന് മാറണില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മീൻ വാങ്ങാൻ വേണ്ടി പോയി പിലോപ്പിയാണ് വാങ്ങിച്ചത്. ചേട്ടൻ വെട്ടി ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ തന്ന്, കാരണം ഇതിന് മുള്ളൊക്കെ ഭയങ്കര പാടുള്ള അങ്ങനെ അത് വാങ്ങിച്ച്. അപ്പം നോക്കിയപ്പോഴേക്കും കാരക്ക നിൽക്കുന്നത്. അങ്ങനെ കാരക്ക നോക്കിയപ്പോൾ ഇപ്പോഴത്തെ മരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ അങ്ങനെ വാങ്ങിച്ച് ഉപ്പിലിട്ടിട്ടില്ല, വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും വന്നപ്പോഴേക്കും മോള് ചില്ലി ചിക്കൻ കപ്പ് നൂഡിൽസ് വാങ്ങിച്ച്. അപ്പോൾ അത് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ആ മീൻ കറി വെച്ചത് മോളാണേ. കാരണം എനിക്ക് കാലിന് റെസ്റ്റ് പറഞ്ഞേക്കണോണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഞാൻ വെച്ചോളാം, കുഴപ്പമില്ല, അമ്മ പറഞ്ഞൊക്കെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവൾ അതുപോലെ വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അവൾ കറക്റ്റ് പുളി ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. മീൻ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് വറുത്ത് കൊടുത്ത്. പാവം അവൾക്ക് കണ്ണിന് വയ്യായിരുന്നു, കണ്ണിന് അലർജിയായിട്ട് കണ്ണിങ്ങനെ തിരുമ്മി പാവം എന്നാലും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അവൾ അടിപൊളി മീൻ കറിയും വെച്ച് പിന്നെ മീൻ ഫ്രൈയും ചെയ്ത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരാഗ്രഹം, കുറച്ച് കപ്പയും മീനും കഴിച്ചാൽ. അങ്ങനെ വേഗം കപ്പ എടുത്ത് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കപ്പ വേവിച്ച് അതിനകത്ത് കുറച്ച് ഉള്ളിയും കടുകും ഉണക്കമുളകൊക്കെ വറുത്തിട്ട്, തേങ്ങയൊന്നും ഇട്ടില്ല കേട്ടോ, പിലോപ്പിയുടെ തല തന്നെ നോക്കിയെടുത്തിട്ട് ഞാനങ്ങനെ കപ്പയും മീനും കൂട്ടി കഴിച്ച്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.